പുല്ലേ ഡാടാ ഒന്ന് നിർത്താറായില്ലേ? ദേ ഒന്ന് വേഗം കുളിച്ച് കാപ്പി കുടിച്ച് പള്ളിക്കുടിച്ച് പോകാൻ നോക്ക്. ഇന്ന് പഠിത്തമില്ലമ്മേ, അവധിയാ. എന്താ തയ്യാറേ? കുറച്ച് കാപ്പി കൊണ്ടുവരട്ടെ? വേണ്ട, ഞാൻ കാപ്പി കുടിച്ചതാ. കുടിച്ചു. ആര് തന്നിട്ടാ? കുടിയടാ. വേണ്ട, ഉള്ള കുടിച്ചോ. കുടിയടാ. അവന്റെ ഒരു പവർ. പുള്ള എന്തിനാ ചുമ്മാ കയറി തലയും കുത്തി നിന്ന് തകരെ പേടിപ്പിക്കാൻ? കുത്തി നോക്ക. കല്ല് മാതിരി ഇല്ലയോ? കരിങ്കല്ല് മാതിരി ഇല്ലയോ? കാലത്തെ കാലത്തെ പോയി കുറച്ചു നേരം തലയും കുത്തിയില്ലേ? അപ്പൊ കാണാം. ചുമ്മാ ഇരിപ്പില്ലേ? തകരെ, നീ വള്ളക്കുളയിൽ പോകുന്നില്ലേ? ചെല്ലപ്പനാശാരി പലയും കൊണ്ടുവരുമ്പം നമ്മൾ രണ്ടുപേരും അവിടെ വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ചെല്ലപ്പനാശാരി വഴക്കു പറയും. ഞാൻ പോവാ. വേഗം വയ്ക്കോ, ഞാൻ കുളി കഴിഞ്ഞ് വന്നേക്കാം. ചേർത്ത് നിർത്ത്. ഇതൂടെ കരക്കെടുത്തു. പിടിച്ചോ പിടിച്ചോ, എടുക്കടാ. നീലക്കല്ല് കടുക്കൻ തരാമെന്ന് പറഞ്ഞിട്ട്. തരാം. നീ പലകേട് എപ്പം നിനക്കൊരു ദിവസം ഇത് വിട്ട് കമ്പോളത്തിൽ നിന്ന് വിലസ് നടന്നാ മതിയല്ലോ. പോരെ? പലകേട് എടുക്കടാ. നീലക്കല്ല് കടുക്കൻ തരാമെന്ന് പറഞ്ഞ ആചാരി എന്നെ വെറുതെ പറ്റിക്കുവാ. തരാമെന്ന് പറഞ്ഞില്ലേ? നീ പലകേട്. തല്ലിട്ടു. ഒരു ഭാരം. മാമ്പലയ്ക്ക് പാരം കാണാണ്ടിരിക്കൂ. ഇവിടെ എവിടുന്ന് നടന്നോ? ഇന്നലെ ഉണ്ടായ പുകലുവല്ലോ തകരെ അറിഞ്ഞോ? ഇല്ല. എന്തോന്നാ ചെല്ലപ്പനാശാരി? അത് അങ്ങനെ ഒരു ശൈലി. തകരെപ്പുറത്ത് ഞാനത് തല്ലുകൊള്ളാനുള്ളതാ. എപ്പോ? ഇന്നലെ പണിയും കഴിഞ്ഞ് വരുമ്പോ ആൽത്തറ ബുക്കിന്റെ അവിടെ വെച്ചൊരു കശപിശ. ഇന്നലെ? ഓ, ഭാർഗവനില്ലയോ? ചന്ത ഭാർഗവൻ. അവനും 3-4 ഊച്ചാലി പിള്ളാരും കൂടെ തകരെ കൊണ്ട് മാത്രമേ ഞാൻ പലക ഉരുപ്പടിയൊക്കെ ചുമപ്പിക്കുന്നുള്ളൂ എന്നുള്ള അവരുടെ കൊതിക്കറിവേ ഒരു കൊച്ചു പിച്ചാത്തിയും പിടിച്ച് ഇച്ചിരി വെള്ളവും പിടിപ്പിച്ചോണ്ട് കെറി ഉടക്കാൻ നോക്കി. ആദ്യം ഞാൻ നല്ല വാക്ക് പറഞ്ഞു, പോടാ ഭാർഗവ പോടാ, നടപ്പില്ലാന്നൊരു മതിയല്ലോ തനിക്കുണം എടുക്കേണ്ടത് എന്നും കണ്ട് ആദ്യം ഞാൻ കുറച്ച് അച്ചാ ഊറ്റിക്ക് പറഞ്ഞു നോക്കി. എവിടെയേക്കാൻ? അപ്പോ വീതുളി എടുത്തു. പണിയായുധം കണ്ടപ്പോ അവന്റെ തലതാണ്. അല്ല, ഞാൻ പെശകിയാൽ പെശകിയതാണെന്ന് അവന് അനുഭവം പോലെ അറിയാവുന്ന കാര്യമാണെന്ന് കണ്ടു. ഈ വീതിൽ എന്ന് പറഞ്ഞാൽ എന്താ? പറങ്കിപ്പഴം ഇല്ലയോ? പറങ്കി മാമ്പഴം. ആ വറ്റ് വീഴുന്ന പോലെയാ തലമുറിഞ്ഞ് വീഴുന്നത്. ഭാർഗവന്റെ അപ്പം നിൽക്കുവോ വീതിലയുടെ മുമ്പില്? ഓടി. ഞാൻ പറഞ്ഞു യൂണിയൻ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ മനുഷ്യത്വം പറഞ്ഞു വേറൊരു സാധനമുണ്ട്, അത് വിട്ട് ഞാൻ നിൽക്കുകയല്ല. എന്ത് വന്നാലും തകരെ കൊണ്ട് ഞാൻ പല ചോദിപ്പിക്കുള്ളൂ. ചോണയുണ്ടോ ചോദിച്ചു എന്ന് പറഞ്ഞു. ഇനി ഭാർഗവനല്ല യൂണിയൻ മുഴുവൻ വേണമായി വന്നാലും ശരി, ഞാൻ തകരെ കൊണ്ട് പല ചോദിപ്പിക്കുള്ളൂ. അക്കാര്യം അച്ചട്ട. സമയമായി ചെല്ലപ്പനാശാരി, ഞാൻ പോണു.
ആ എടാ എടാ തകരെ എടാ അത് അവിടെ വരെ കൊണ്ടിട്ടു പോടാ. എനിക്ക് നീലക്കല്ല് എടുക്കാൻ തന്നെ കേട്ടോ ചെലപ്പനാശാരി. ആ ഇങ്ങോട്ട് പോരെ. എന്ത് പറ്റിയ ചെലപ്പനാശാരി? വാട്ട് റാസ്കല്, യവനെ കൊണ്ട് പല നോപ്പിക്കുന്ന എന്നെ വേണം പറയാൻ. അടുത്തോ എന്താണല്ലോ വിളിക്കുന്നത്? എടുക്കാൻ നേരം വെളുക്കുന്നതിന് മുമ്പ് വന്നിരുന്ന് കൊട്ടി തരുന്നതും പോരാ, അവിടെ അവിടെ സഹായിച്ചൂടായോ? നേരം വെളുക്കുന്നതിന് മുമ്പ് ചൂടാകാതെ ആ ചെലപ്പനാശാരി. എടാ തകരെ ഇങ്ങോട്ട് വാ. ഇന്നലെ എവിടെ ആയിരുന്നു തകര? അങ്ങ് ആ പാലമില്ലേ, പാലത്തിന്റെ കീഴെ ഉറങ്ങുമായിരുന്നു. ഇതെന്തോന്നാ ഈ തകരയുടെ തലയില്? കാലത്ത് ചെല്ലപ്പനാശാരിക്ക് പലക ചുമന്നു കൊടുക്കാൻ പോയതാ. എന്നിട്ട് ചുമന്നു കൊടുത്തു. അതല്ല ചോദിച്ചത്, വല്ലതും കിട്ടിയോന്ന്. ആ, ആ. ഈ തകരയ്ക്ക് നാണോ മാനോ ഇല്ല. അല്ലെങ്കിൽ പിന്നെ എന്നും ഇങ്ങനെ ആ ആശാരിക്ക് വെറുതെ പലകയൊന്നും കൊടുക്കാൻ നടക്കുവോ? പണ്ടം താര. പക്ഷെ ആശാരി എനിക്ക് നീലക്കല്ല് എടുക്കാൻ തരുമല്ലോ. തരും. ചെവിയും കഴിവെച്ചോണ്ടിരുന്നോ? തരും സുഭാഷിനി, ഒരൊറ്റ ദിവസം ഇട്ടുകൊണ്ട് നടക്കാൻ തരും. എന്തോ ദാ വരുന്നപ്പാ. തകരെ, ആ പാദത്തെ കാപ്പി എനിക്ക് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് എടുത്ത് അപ്പനും കൊടുക്കൂ. ആ, മൂപ്പ എന്തുവാടാ? കാപ്പി. സുഭാഷിനെവിടെ? കുളിക്കുക. ആ കാളെ കുറച്ച് കച്ചു വലിച്ചിട്ടോട്. കാലത്തെ അപ്പന്റെ പല്ല് കിട്ടിയോ? ഉം, ഉം. എന്തോ നാരി, കാലത്തെ ഒരു കപ്പ് കാപ്പി എന്നിട്ട് പോയാ പോരാ കുളിക്കാൻ? അതിന് അപ്പൻ ഉച്ചവരെ കിടന്ന് കൂർക്കം വലിച്ചാല്? അതെന്റെ ഇഷ്ടമാ, നീ ആരാ ചോദിക്കാൻ? ആഹാ, എന്നാ ഇത് എന്റെ ഇഷ്ടമാ. ഏതായാലും രാവിലെ കാപ്പി കിട്ടിയേ.
വരെ ഷാപ്പിലിരുന്നാൽ എങ്ങനെയാ നേരം വിളിക്കുന്ന അറിയുന്നത്? മതി മതി, അധികം കിടന്ന് നെകളിക്കണ്ട. ഇവിടെ വരാൻ. എന്തോ നാഗേ, ആദ്യത്തെ തന്റെ ആന്നും പറഞ്ഞ് ഞാനിവിടെ കാത്തോണ്ടിരിക്കാന്നോ? കേട്ട് കേട്ട് തകരെ, ആ തടക്കൂട്ടിലോട് പിടിച്ച് കേട്ട്. അതേടാ, എന്നാടാ അങ്ങോട്ട് പിടിച്ച് പാൻ. കടല് കരിയുന്ന വിശപ്പ്. ഓ, ഈ തകരയുടെ വയറ്റിൽ എന്തോന്നാ കോഴിയും കുഞ്ഞുങ്ങളും ഉണ്ടോ? വാരി വലിച്ചു തിന്നുന്നേ, ഒന്ന് പതുക്കെ കഴിച്ചൂടെ? പതുക്കെ തിന്നാല് വിശപ്പ് പോത്തില്ല. കേട്ടോ പകരെ, നമ്മുടെ മൂരിക്കുട്ടിനെ വിൽക്കാൻ പോവാ, വില പറഞ്ഞ് നിർത്തിയിരിക്കുവാ. ചുമ്മാ സുഭാഷിനി കളിപ്പിക്കാൻ പറയുക. അയ്യോ അല്ല, എന്നിട്ട് ആ കാശ് കൊണ്ട് ഞാനൊരു പശുവിനെ വാങ്ങിക്കും. കാളെ വിറ്റാ പിന്നെ തകരയ്ക്ക് പണിയില്ല, പിന്നെ എന്തോ ചെയ്യും? ഞാൻ ചുമ്മാ പറഞ്ഞതാ കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഈ തകരയ്ക്ക് കളിയും കാര്യവും ഒന്നും അറിയാൻ മേല. കാശൊന്നും അങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റിയല്ലേ? ₹5? ആ 5 മതി. അപ്പോ നിന്റെ അപ്പൻ ഇന്നും ഷാപ്പിൽ കടക്കാരൻ. ആ തകര വേണ്ടി അപ്പുറത്തും കണ്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് ചീനി പറിക്കാനങ്ങ് വരാൻ അവനോട് പറഞ്ഞാലേ. തകരേ, തകരേ,
പിരിയുവാണോ? ആ അങ്ങനെ അങ്ങ് പിരിഞ്ഞിരിക്കുക. പക്ഷെ അവൾ വരും എന്നെങ്കിലും ഒരിക്കൽ. അല്ലാതെ എവിടെ പോവാൻ? എന്തോന്നാ ആശാരി, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലയോ? ഉണ്ട്. പിന്നെന്തോന്നാ കുത്തി കുത്തിയൊരു നോട്ടം? അതെ, ആരോട് വെച്ചോണ്ടാ കൊച്ചെല്ലാം വാരി കൂട്ടുന്നത്? അതിന്റെ ഒടയക്കാരനോട് ചോദിച്ചോണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതൊന്നും കേട്ടില്ലല്ലോ, ചോദിക്കുന്നു പറയുന്നു. അതേ, ആശാരി പണിഞ്ഞോണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ടാ കേക്കാഞ്ഞ്. നടക്കുന്നു. പണിയുമ്പോഴേ പണിക്കിന് 7 ചെവിയാ, 7 ചെവി. എന്നാ പിന്നെ പണിക്കിന് കേൾക്കാനൊക്കാത്ത തേനത്തിലായിരിക്കും ഞാൻ ചോദിച്ചത്. ചേടാ, ഒടയക്കാരനില്ലാത്ത ശൗര്യമാ പണിയുന്നവന്. കേട്ടാച്ചേ, പണിയുന്നിടത്തേ പണിക്കരാ അവിടേക്കാരൻ. എന്നാ ഒന്ന് അറിയണമല്ലോ. എന്റെ അനുവാദമില്ലാതെ ഇവിടുന്ന് തലച്ചിലും വാരിക്കൊണ്ട് പോവോ? പോവോന്ന്? എന്നാ പിന്നെ ചോദിച്ചില്ലെന്ന് വേണ്ട. ചോദിച്ച തടിച്ചുകളല്ല, തടിയോടെ ഞാൻ കൊണ്ടുപോവാ. എടുത്തോട്ടെ? എടുത്തോ. നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടപ്പെട്ടവരാ. ഇങ്ങോട്ടുണ്ടല്ലേ അങ്ങോട്ടും ഉള്ളൂ, അത് ഓർമ്മ വേണം. പിടിച്ചോ, എന്നിട്ട് പിടിച്ചോ. ആ പിന്നെ പണിയും കഴിഞ്ഞ അതുവഴിയാ വരുന്നത്. അതിന് അപ്പൊ പറയാം. വല്ല ആക്ഷേപം ഉണ്ടോ നോക്കിയാട്ടെ. എന്തു വഴി? ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും പാവപ്പെട്ടോളുടെ പുരയിടത്തിൽ നിന്ന് ഇഷ്ടം പോലെ ഇങ്ങ് പറിച്ചോണ്ട് പോകുന്നത്. നിന്റെ സ്ഥലമാന്ന് പറഞ്ഞിട്ട് എന്തുവാടി കാര്യം? ഞാൻ തന്നെ വിളവിറക്കുന്നു, എടുക്കുന്നു. നിന്റെ ഒരു നിങ്ങളും ഞാനും മനോഭാവം. ആ, എനിക്കങ്ങനെ മനോഭാവിച്ചേ ഒക്കത്തുള്ളൂ. തകരെ വാ, ഇന്നത്തേക്ക് അത്രയും മതി. ആ വാ വാ. തമാശേ, എടീ നിനക്ക് കൂടെ എത്ര കൂടി ഇട്ടേക്കണം? എനിക്ക് ആവശ്യമുള്ളത് ഞാൻ പിഴുതെടുത്തോളാം. ഒരു അന്വേഷണം. നീ വീഴും. നടക്കണ.
കാമാക്ഷി ആ. എന്റെ കച്ചവടം അവിടെ എങ്ങനെ ഇരിക്കുന്നു? അയ്യോ ഞാൻ അങ്ങോട്ടങ്ങ് നോക്കിയില്ല എന്റെ അപ്പോ. എന്റെ തല കണ്ടാ നിങ്ങളുടെ മോക്ക് കലി കളകത്തില്ലയോ? അത് പിന്നെ അവളുടെ അപ്പനെ പിടിച്ചു വെച്ചോണ്ടിരുന്ന. അയ്യോ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നു. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കൊച്ചു പള്ളിക്കുടത്തിന്ന് വരാറായി. ഞാൻ പോവാ. ഇപ്പോഴോട്ട് വരണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നണം വരും. നീ ആരാണ് ചോദിക്കാൻ? അപ്പനെ പാട് നോക്ക്. കാശൊന്നും തെറ്റിക്കാതെ. ഇങ്ങോട്ട് എറി. അപ്പ കപ്പ കപ്പേ കപ്പേ കപ്പ കപ്പേ ദേ, ഇവിടെ വരാൻ. ഉം. കപ്പേ ആ. ഓ. കപ്പേ ഓക്കേ എന്നാ. ഇന്ന് ഇത്രയും മതി. ഉം. സുഭാഷിണി, രാവിലത്തെ ചീളുമുറിയൊക്കെ എരിച്ചു കഴിഞ്ഞായിരിക്കും. ആ നാളെ കാലത്ത് കുറച്ചുകൂടെ നേരത്തെ അങ്ങ് പോരെ. അപ്പോഴാന്നേല് അവിടെ ആരും കാണത്തില്ല. നേരെപ്പടി കച്ചിയും പൊടിയും ഇഞ്ചതെ കുളിക്കാതെ രാത്രി കിടന്നുറങ്ങാൻ നോക്കുകയല്ല, ചൊറിയും. ഇതാ തകരയോടോ മറ്റോ പറയാനുള്ളതിന് എന്തിയാവൻ? എന്തോന്നും തേനക്കേടാ ആശാരിക്ക്? കളിയും വർത്താനമൊക്കെ കളിയും വർത്താനമായിട്ട് അങ്ങ് നിന്നാ മതി. എടുകൈ കൈയെടുക്ക. കൈയെടുത്തില്ലേ ആശാരി അപ്പന്റെ പിച്ചാത്തി പിടിക്കിരിക്കും. പറഞ്ഞേക്കാം. ഇതെന്തോന്നാ കൊച്ചേ? എന്തോ പറഞ്ഞൊരു അപ്പനും അപ്പന്റെ ഒരു പിച്ചാത്തി പിടി. മാറങ്ങോട്ട്. ഓ, ബാക്കിയുള്ളവരൊന്നും പിച്ചാത്തി പിടി കണ്ടിട്ടില്ലായിരിക്കും. എന്തോന്നാ എന്തോന്നാ? ഓ, അങ്ങനെ തന്നെ ആന്നേ. ആന്നു. എന്നാ നമുക്ക് അതൊന്ന് കാണാം.
ഈ ചാവേരുപട ചാവേരുപട എന്നും പറഞ്ഞൊരു പടയുണ്ട്. ചാകാൻ നിർത്തിയിരിക്കുന്നത് അവരെയാ. ആദ്യം അവര് പോയി പടവെട്ടി ചാവും. പുറകെ നിൽക്കുന്നവർക്ക് അതിന്റെ ഗുണവും കിട്ടും. ആ ഇപ്പോഴിവിടെ ഞാൻ ചാവേരുപടയായി. അതിന്റെ ഗുണം കിട്ടാൻ പോകുന്ന ആർക്കാ? ആർക്കാ? പുള്ളയ്ക്കാ. കായ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. എന്നോട് വെച്ചോണ്ടിരിക്കാതെ. സാധനം വാങ്ങിച്ചു കൊടുക്കുന്നില്ലല്ല, അതെങ്ങനെ കൊടുക്കുന്നു എന്നുള്ളടത്താ കളി കിടക്കുന്നത്. ഇതെങ്ങനെയാ ജലപ്നാശിനിയെ കൊടുക്കുന്നത്? ഹ, അതൊക്കെ ഞാൻ പറഞ്ഞു തന്നോളാം. അതുപോലെ ചെയ്തോണ്ടാ മതി. വാ. ആ തല്ല് മുഴുവൻ ചെണ്ടയ്ക്കും കാശൊക്കെ മാറാനും. ഒരു മരം വീഴുമ്പം മറ്റൊന്നത് വളം. പിടിച്ചോ, ചില ഓടിച്ചല്ലേ. എന്നെ പറഞ്ഞു തരും ചെയ്തോണ്ടാ മതി. ചെല്ലേ. എന്തുവാ പിള്ളേച്ചാ? എന്തുവാ പിള്ളേ? ഇതെന്തുവാ? ഇത് ഒരു സമ്മാനം. സമ്മാനോ? ആർക്ക്? കൊച്ചിന്. എനിക്കോ? എന്തോന്നിനാ? ആ ആശാരി ചെറുക്കനെ മൂപ്പന്റെ തല്ലു വാങ്ങിച്ചു കൊടുത്തില്ലേ, അതിനുള്ള സമ്മാനമാ. ഇതിപ്പോ പിള്ളേരുടെ തനിച്ചുള്ള സമ്മാനമോ അതോ പിള്ളേരുടെ ആശാരിയുടെയും കൂടെയുള്ള സമ്മാനമോ? ഹേ, എന്റെ തനിച്ചുള്ള സമ്മാനമാ. ഷോ, ഞാൻ വാങ്ങിക്കത്തില്ല എന്റെ അപ്പ. വാങ്ങിച്ചോ സുഭാഷിണി? ഷോടാ, ആരെങ്കിലും കാണും. ഒന്നുമില്ലെന്നേ. സുഭാഷിണി ഇത് വാങ്ങിച്ചില്ലേ ഞാൻ ഇത് പിടി. എന്റെ ഒരു ആശയാ, സന്തോഷം കൊണ്ടാ. പിള്ളേ ഇത് ആരോടെങ്കിലും ചെന്ന് പറയും. കഴുത്തറുത്ത ഞാൻ പറയത്തില്ല. വാങ്ങിക്കൂ സുഭാഷിണി. വേണ്ടായിരുന്നല്ലോ. ഇതിപ്പോ ഒരുപാട് കാശായി കാണത്തില്ലയോ? അതൊന്നും സാരമില്ല, സുഭാഷിണിക്ക് വേണ്ടിട്ടല്ലയോ.
അയ്യോ എന്റെ കൈ എന്റെ കൈ അയ്യോ 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 എന്റെ കൈ അയ്യോ അയ്യോ എന്റെ കൈ എന്റെ കൈ അയ്യോ 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 എന്റെ കൈ അയ്യോ എന്റെ കൈ അയ്യോ 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 കൈ കൈ അയ്യോ അയ്യോ ആ ആശാരോട് പറഞ്ഞേക്ക് വളഞ്ഞ ബുദ്ധിയും കൊണ്ടിങ്ങ് വന്നേക്ക. അയ്യ നാണോ ഇല്ലല്ലോ ചുടുചോറ് വാരാൻ ഇറങ്ങിയേക്കുന്ന കൊച്ചു കൊരങ്ങൻ. ആഹാ അത്രയ്ക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. പുള്ള വെള്ളാണ്ടിരി. ഇങ്ങനെയൊക്കെയാ ഇതിന്റെ തുടക്കം. തുടക്കം. ഞാൻ പറയുന്നൊന്ന് കേക്ക് പുള്ളേ. കേവലം ഒരടിയാണേ പോലും അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു നേട്ടമാണ്. ഇതിപ്പോ ചോര കണ്ടേക്കുക. ഇതിപ്പോ ഒരു സുഭേഷണം വേറെന്തോ വേണം. പുള്ളേ ആ കൈ കൂടെ വന്നാട്ടെ. പുള്ള നേടി പുള്ളേ, നേടി. ചെല്ലപ്പനാശാരി 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 അയ്യോ എന്താ ആശാരി? ഇവന്റെ ഒരു യോഗമാ യോഗം. അടിയും കൊള്ളണ്ട, പുളിയും കുടിക്കണ്ട. ഈ തകരയ്ക്ക് പെണ്ണുങ്ങളായിട്ട് ഇടപാട് അങ്ങനെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ദേ, ദേ തകരെ. ഞാൻ ചോദിക്കാം. ശരി. തകരെ, ചോദിച്ചോ ആശാരി? ചോദിച്ചു. എന്നിട്ട് ഒന്നും അറിഞ്ഞൂടാ, പക്ഷെ അറിയണമെന്നുണ്ട്. എന്റെ ചെല്ലപ്പനാശാരി. വാടാ. അറിയണമെങ്കിലേ അതിങ്ങനെ മനസ്സിൽ വെച്ച് നടന്നാ പറ്റിയല്ല. എനിക്കൊന്നും അറിയണ്ട. അറിയണം. അറിയാൻ കിടക്കേണ്ട കാര്യം എന്തോന്ന്? തകരെ, നീ ഒരു കാര്യം ചെയ്യും, നേരെ ചെന്ന് സുഭാഷിനോട് ചോദിക്കും. ഞാൻ പോവുക. ഞാൻ പറയുന്നത് കേൾക്കുന്നത് തകരെ. തകരെ, സുഭാഷിണിയെ കവിഞ്ഞൊരു പെണ്ണ് ഈ ഭൂലോകത്തിലില്ല. തകരയ്ക്ക് അങ്ങനെ ഒരു യോഗം കയ്യൊതുങ്ങി കിട്ടിയിരിക്കുക. ഉള്ള നോക്കിക്കൂ, ഇതേറ്റതാ.
തകരയാന്നോ? ഞാൻ വിചാരിച്ച അപ്പനാണെന്ന്. അപ്പനാണെങ്കിൽ 10 പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. തകര ഇതിപ്പോ എവിടുന്നാ? ആറ്റീന്ന് കുളിക്കായിരുന്നു. രാത്രി നനഞ്ഞിട്ട് പനി പിടിക്കണ്ട. തല തോർത്തു. തകര ഇന്ന് ഇവിടാന്നോ കിടക്കുന്നേ? എന്താ ഇന്ന് അങ്ങനെ? അതോ കഞ്ഞിയും കുടിച്ചോണ്ട് പാലത്തിന്റെ കീഴിലോട്ട് ഓടുവോ? എന്നെ ഇവിടം വരെ കൊണ്ടുവന്നാക്കാമെങ്കിൽ എന്റെ വീട്ടിൽ കയറി വരാം. അങ്ങനെ ഒരവളും നിന്റെ നേരെ മൂപ്പിക്കാൻ ഇവിടെ ഇല്ല. വാ. ആഹാ, മൂപ്പിക്കാന്ന് വിചാരിച്ചാ മൂപ്പിക്കല്ല, മുട്ടുകല്ല് അടിച്ചു വിട്ടിടും. ഓ, ഒരു വീട്ടേ കൊണ്ടാക്കുകാരി വയറ് നിറച്ച് കുടിപ്പിച്ചേച്ച് കൊണ്ടാക്കുന്നു. ദേ എടി കൊച്ചെ, വേണ്ടാതിനും പറയരുത്. നിന്റെ അപ്പം കുടിക്കുന്നെങ്കിലേ അങ്ങേരോട് പോയി ചോദിക്കണം. വഴി കിടന്ന് തല്ലും പിടിയും ഉണ്ടാക്കണ്ടെന്ന് കരുതി ഇവിടെ കൊണ്ട് വിടാവെന്ന് വെച്ചപ്പം അവിടെ ഒരു പൂരായം പറച്ചില്. ദേ ആ ചൂട്ടിങ്ങോട്ട് വന്നേ, എനിക്ക് പോണം. എന്റെ അപ്പം വഴി കിടന്ന് തല്ലും പിടി ഉണ്ടാക്കിയാലേ അത് ഞാൻ സഹിച്ചോളാം. നിങ്ങൾക്ക് എന്തിനാ പെണ്ണുമ്പിള്ളേ അതേ മേലെ പൊള്ളുന്നേ? എന്റെ അമ്മ ഇവിടെ നിന്ന് ഓടിപ്പോയത് നിങ്ങൾ ഒരുത്തി കാരണമാണ്. നിങ്ങളെ ഈ വേലിക്കകത്ത് കയറ്റാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇവിടെ പടുകാവല് കിടക്കുന്നത്. അന്നേരം ഒരു രാത്രിയിൽ ഉടുത്തൊരുങ്ങി ഒരു കൊണ്ടാക്കല്. ഇവിടെ മിണ്ടി പോകരുത്, കേറി പോകാനാ പറഞ്ഞത്. അകത്ത് കയറി പോകാൻ. ദേ ഞാൻ പോകുന്നു. ഇനി മേലാല് എന്നെ മെനക്കെടുത്തരുത്. കള്ളു കുടിച്ചാലേ വഴി കിടക്കും. പോ പെണ്ണുമ്പിള്ളേ, താമസം ഉണ്ടല്ലേ കൈ വെച്ചേര്. കെട്ടിക്കാൻ പ്രായമായ മോളൊന്ന് നിൽക്കുന്നു, അന്നേരം അവരുടെ ഒരു കുഞ്ഞുകളി. പോടുന്നു കാമാക്ഷി, പോകാൻ വരട്ടെ. ഇന്നിതൊന്ന് അറിഞ്ഞിട്ട് പോയാ മതി. കാമാക്ഷി, കൂടിപ്പോകുന്നു. തരം കണ്ടു വർത്താനം പറഞ്ഞാ മതി. ഏത് തരവാപ്പ ഞാൻ നോക്കണ്ടോ? സുഭാഷ്, എന്തിന് പോളകരെ ഉണ്ടായ പിന്നെ ആദ്യമായിട്ട് എന്റെ അപ്പൻ എന്നെ തല്ലുന്നേ, അതും അവിടെ മുമ്പിൽ വെച്ച്. ഞാനിനി ഇവിടെ നിൽക്കത്തില്ല, ഞാൻ എന്റെ അമ്മയടുത്ത് പോകും. ഓടി, നിന്നോടാര് പറഞ്ഞു ഇവിടെ നിൽക്കാൻ? തകരയുടെ പാട്ടിന് പോകും. എന്റെ അപ്പൻ എന്നോടാ പറഞ്ഞത്. എന്നോട് പുലർന്ന എന്റെ പൊടി വേദിക്കകത്ത് കാണത്തില്ല. തകര കണ്ടോ? വേണ്ട സുഭാഷിനി. പോവാ ഞാൻ ഈ മിറ്റത്ത് ചവിട്ടത്തില്ല. വേണ്ട, ആര് പറഞ്ഞു ചവിട്ടണമെന്ന്? നിന്റെ അമ്മ വരട്ടിയിട്ട് വരണ്ടിട്ടില്ല. പിന്നെ നീ പോയി അവിടെ. ഞാൻ തകരേ, ഇവിടെ വേണം, ഇവിടെ വരാൻ. എവിടെ പോന്നതാ? സുഭാഷിനി, പോടാ പറഞ്ഞത്. എടാ കേറി പോയാ പറഞ്ഞ. കാലത്തെ ഓരോന്നിനെ കെട്ടിയെടുത്തോണ്ട് വരും. കൊണ്ട് പോടാ. അയ്യോ മൂപ്പ ഇന്ന് തന്നെ ഇന്നില്ല. പശു ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല. അക്കരക്കാണോ സുഭാഷിനി? അമ്മയുടെ വീട്ടിലേക്കോ?
ഇപ്പൊ എന്തിനാ എന്റെ കൂടെ പോന്നെ? ഞാനിനി അക്കരെ തന്നെ, ഇക്കരയ്ക്ക് പോരേയില്ല. അപ്പൊ തകര എന്ത് ചെയ്യും? അതൊന്നും ഒക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. തകര ഇക്കരയ്ക്ക് ആദ്യം വരുവാന്നോ? എന്നിട്ട് ഇവിടെ ഇഷ്ടമായോ? ഭംഗി. എടി മോളെ, എടി കൊച്ച, നിന്റെ മോളല്ലേ അടിയാ വരുന്നേ? സുഭാഷിനി എന്തോ അടി വെച്ച ഈ നേരത്ത്? അന്ത എന്തിയടി? എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ, ഞാനിങ്ങ് പോന്നു. എന്ത് പറ്റിയടാ തകരെ? തല്ലി തല്ലി സുഭാഷിനി കെറിച്ചു പോന്നതാ. ആന്നോടി മോളെ, കറിയിച്ചു പോന്നാന്നോ? ഞാനിനി അക്കരെ കാല് കുത്തുകയല്ല. എത്ര ദിവസത്തേക്കാന്നോ എന്തോ അപ്പനും മോളുമായിട്ടുള്ള ഈ വാശി. വാ വാടി. കൊച്ചനെ, നീ ആന്നോടാ ഈ തകര? എന്നാ അവിടെ എങ്ങാനും കിടന്നോ? കിടന്നോടാ, കൊള്ളവല്ലോടാ നീ.
എടാ 25 കൂട് കേട്ടോ, എണ്ണി പിഴുതോ. 25 ആകുമ്പോ നോക്ക്, പോരെങ്കിൽ 1-2 കൂടെ പിഴുതോ. മതിയെങ്കിൽ എന്നെ ഒന്ന് വിളിക്കും. എങ്ങോട്ടാ? മതി, എനിക്ക് വയ്യ ഇങ്ങനെ വല്ലവരെയും പറ്റി ആലോചിച്ച് മനസ്സ് വിഷമിക്കാൻ. ആരാണ്ട് പറഞ്ഞോ? ആ തള്ള പിണങ്ങിപ്പോയതിന്റെ പാപദൂഷ്യം ഇപ്പോഴേ എന്റെ തലയില. ഇനി ആ പെണ്ണും കൂടെ പോയെന്നറിഞ്ഞ എല്ലാരും കൂടെ എന്നെ വെച്ചേക്കത്തില്ല. എല്ലാരും കൂടെ എന്തോ ചെയ്യും? അങ്ങ് ജീവി കളയൂ. എന്നെ പ്രതി എനിക്ക് പേടിയില്ല. തന്തശത്ത് ഒരു കൊച്ചിവിടെ നിൽക്കുന്നു. ഇന്നെന്റെ നാക്കെ ചെത്തക്കേടാ. നിങ്ങൾ പോയി ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോവാ. മോളെ സുധേ, സുധേ, ആ പാത്രത്തെ കാപ്പി എനിക്ക് വെച്ചിരിക്കുന്നു. മോളിങ് എടുത്തോണ്ടൊന്ന് കൊടുക്ക. കാപ്പി കാപ്പി. മോളിന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല, ഇന്ന് അവധിയാ. ആഹാ. മാർക്കെല്ലാം ഉണ്ടേ? മാർക്ക് അറിഞ്ഞിട്ടില്ല. ആ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓ, നീയും പോവും, എല്ലാരും പോവും. നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത്രയും സമാധാനമായിരുന്നു. എന്നാ അമ്മയ്ക്കും കൂടെ അങ്ങ് വന്നൂടെ? എന്തിനാ? അടിയും ചവിട്ടും കൊള്ളാതെ എനിക്ക് ഇവിടെങ്ങാനും കിടന്നുറങ്ങിക്കൂടായോ? സുഭാഷിണിയെ കവിഞ്ഞൊരു പെണ്ണ് ഈ ഭൂലോകത്തിലില്ല. എന്തിനാ അവള്? എവിടെ? ഓരോ വിളിച്ചാൽ വേണ. എന്റെ മോളെ, കമ്മി തല്ലിട്ടാണെങ്കിലും നീ ഇങ്ങനെ വല്ലപ്പോഴും ഒരിക്കൽ ഇങ്ങോട്ട് വന്നാ മതി. പോട്ടെ അമ്മേ. എന്താ കഴക്കൂര്? അതേ പെണ്ണെ, ഇങ്ങോട്ട് കയറാൻ. എന്നെ കാണാനല്ല, വിളിച്ചോണ്ട് പോകാനാ വന്നത്. കയറടി. എടാ പോകാനാ. വന്നിരിക്കുന്ന ഇളിച്ചോണ്ട് 3 ദിവസം കൈയൊതുങ്ങി കിട്ടിയിട്ട് അവൻ വള്ളത്തെ കയറ്റി ഊന്നി ഇക്കരെ കൊണ്ടുവന്നിരിക്കുന്നു. ആശാജി അപ്പോ മുമ്പിന്ന് എടാ മണ്ടൻ തകരെ, അവള് നിന്റെ കൂടെ തെരച്ചാടി വീണപ്പോഴെങ്കിലും നിനക്ക് എന്തെങ്കിലും മനസ്സിലാക്കി പെരുമാറിക്കൂടായിരുന്നോ? അതിന് തെരെ പിടിച്ചിട്ടപ്പോ സുഭാഷിനി എന്നെ വഴക്കു പറഞ്ഞല്ലോ. എടാ പൂളെ, അതങ്ങനെ. ഇതൊക്കെ തന്റെ ശുഭലക്ഷണമാ.
ഇവൻ ഇത് എവിടുന്ന് കയറി വന്നടാ? കഴിഞ്ഞത് കഴിഞ്ഞു. എന്തെങ്കിലും നടക്കാനായിരുന്നേല് എമ്പേ നടന്ന് കഴിയാനുള്ള. അതെ അതെ, കല്യാണക്ക് ചോദിച്ചുകൊണ്ട് വന്നേരെ. എന്തിനാ ചെലപ്പനാശാരി ഈ വേണ്ടാത്ത കളിക്കൊക്കെ പോണേ? ആ അപകടമാ. തകരയ്ക്ക് ബുദ്ധി ഉറക്കാത്തവനാ. അവൻ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിക്കും, പിന്നെ അത് കുഴപ്പമായി തീരും. പുള്ള കൊള്ളാം, അവനേക്കാ വലിയ പൊട്ടൻ. അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഏ അവരെന്തോ ചെയ്യാനാ? എങ്കിൽ പിന്നെ എന്തിനാ ഈ അതും ഇതും പറഞ്ഞു കൊടുത്ത്? അയ്യോടി യാമിൽ എന്താ വേണം? എപ്പോഴും ഓടിക്കറിച്ച് പറയാ വന്നാല് കല്ലിയെടുക്കാൻ തയ്യൽ നിങ്ങൾ തീർത്ത് പറഞ്ഞാൽ മതി. അവനിപ്പോ കല്ലുകെടുക്കലൊന്നും അല്ല വേണ്ടത്. എടാ മണ്ട, അവനിപ്പോഴാ ഓരോ വേണ്ടാതീനങ്ങളിൽ കമ്പം കയറി തുടങ്ങുന്നത്. ചിലർക്ക് അങ്ങനെ വൈകി വിഷം കയറും, ചിലർ അങ്ങനെ അങ്ങ് മച്ചിയായിട്ട് നിന്നും പോകും. ആശാരിക്ക് എന്തോ വേണം ഈ തകരയിലൊക്കെ വിഷം കയറ്റിയിട്ട്? ഏതായാലും പണ്ട് കണ്ട തകരയല്ലേ, തകര പച്ച പിടിക്കുന്നുണ്ടേ. ഒരു കണക്കിന് തകരയാ ഭാഗ്യവാൻ. അമ്മയും അച്ഛനും തമ്മി കീരിയും പാമ്പും പോലെ കഴിയുന്നതിനേക്കാൾ ഭേദമാണ് അമ്മയും അച്ഛനും ഇല്ലാതിരിക്കുന്നു. അതൊക്കെ സുഭാഷിനി എന്നോടുള്ള സ്നേഹം കൊണ്ട് വെറുതെ പറയുക. പിണങ്ങിയാലും ഉണ്ടെങ്കിൽ അമ്മയും അച്ഛനും എപ്പോഴും കാണാമല്ലോ. ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? സുഭാഷിനിക്ക് അറിഞ്ഞൂടാ എന്റെ വിഷമം. ആ അത് കള, നമുക്ക് വേറെന്തെങ്കിലും പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാഞ്ഞിട്ടല്ലയോ അവരിങ്ങനെ അക്കരെ ഇക്കരയായിട്ട് കഴിയുന്നത്? ആർക്ക് പോയി? ഏഴുപേരെ കൊന്നിട്ടുണ്ട് ഇവന്റെ അപ്പൂപ്പൻ. കേട്ടോതാരെ? 7 പേര്. അതേ പിന്നെ അപ്പന്റെ അപ്പൻ ഇവനെ വാങ്ങിച്ചോണ്ട് വന്നത്. സുഭാഷിനി ചുമ്മാ കള്ളം പറയുക. അപ്പൊ കള്ളം പറഞ്ഞ തകരയ്ക്ക് പിടി കിട്ടും. എടാ മണ്ടൻ തകരെ, അവള് നിന്റെ കൂടെ തെരെ ചാടി വീണപ്പോഴെങ്കിലും നിനക്ക് എന്തെങ്കിലും മനസ്സിലാക്കി പെരുമാറിക്കൂടായിരുന്നോ? തകരയ്ക്ക് വെള്ളത്തിൽ തലയും കുത്തി നിൽക്കാവോ? ആഹാ, പഠിച്ചു കളഞ്ഞല്ലോ. ഇനിയും കാണണോ? 100 എണ്ണുന്നത് വരെ അങ്ങനെ തലയും കുത്തി തന്നെ നിൽക്കണം കേട്ടോ. ഈ കാടി കോരി മേത്തൊഴിച്ച കൊച്ചെന്തോ ചെയ്യും? എന്തോ ചെയ്യും? എന്തോ ചെയ്യും? എന്തോ ചെയ്യും? തകര തന്നെ പറ. സുഭാഷിനി
സുഭാഷിനി പിന്നെയും പോയി കുളിക്കും. ആ പിന്നെ ആദ്യം കരണക്കുറ്റി നോക്കി ഒറ്റ വീക്കങ്ങ് വെച്ച് തരും. പിടി. എന്റെ ഒരു ഭാരം. തകരെ ഒരാൾക്ക് കല്യാണം കഴിക്കണമെന്ന്. ആർക്ക്? നമ്മുടെ കിഴക്കയിലെ രാധയില്ലേ, അവക്ക്. സുഭാഷിനി ചുമ്മാ പറയുന്നതാ. അല്ലല്ല, അവൾ എന്നോട് പറഞ്ഞതാ. ഞാൻ എന്തോ പറയണോ അവളോട്? തകരയ്ക്ക് സമ്മതാന്ന് പറയട്ടെ. എന്തോടാ എന്തോടാ തകരെ തകരെ ഏ പുളു മാത്രം പറഞ്ഞു കളയരുത്. എന്തുണ്ടായേ തകരെ? ഒരൊറ്റ ആളോടും അറിയില്ലെന്ന് സുഭാഷിനി സത്യം ചെയ്യിച്ചു വിട്ടതാ. അയ്യോടാ ദേ എന്നോട് പറ, എന്നോട് മാത്രം വാ. അയ്യോടാ അവള് ചുമ്മാ അങ്ങ് സമ്മതിച്ചോ? ഒരെതിരും പറഞ്ഞില്ല. പുളുപടിക്കല്ലേ? ഇല്ല, തകര പറയുന്നത് നേരാ. തകരെ ഇത്
ഇത് നമ്മൾ അങ്ങോട്ട് അടിക്കുന്ന പോലെ അവൻ ഇങ്ങോട്ടൊരു കീച്ച് കീച്ചുന്നല്ലയോ? ചുമ്മാ ഇരിക്കുന്നവരെ. കണ്ണില് അയ്യേ. ആ. ഉം. ഹ. തകരെ, തകരെ, അവിടെ നിന്നെ. അവിടെ നിന്നെ തകരെ, ഒരു കാര്യം പറയട്ടെ. തകരെ, അവിടെ നിന്നെ. തകരെ. 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 കണ്ടോ തകരെ? ആ, ചുമ്മാ വെറുതെ. ആ. സുഭാഷിനി വരുന്നു. നമുക്ക് അതിന്റെ മുകളിൽ പോയി ഇരിക്കാം. അയ്യോ, അതിന്റെ മേളിലോ? ഞാനില്ല എന്റെ അപ്പ. ഞാൻ മൂലിക്കാരി കാണിക്കാം. തകരെ, പതുക്കെ. പതുക്കെ കേറ് തകരെ. 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 സുഭാഷിനി, ഞാനിതിന്റെ മുകളിൽ പോരാ ചാട്ടം വെച്ച് കൊടുക്കട്ടെ. അയ്യോ, വേണ്ട തകരെ. കയറി പിടിച്ചേ കയറാവൂ. ഇല്ലെങ്കിൽ ഞാനങ്ങ് കയറി വരും. എന്താണെന്നറിയാമോ ഞാൻ മോളിൽ നിന്ന് എടുത്ത് ചാടാഞ്ഞത്? സുഭാഷിനി പറഞ്ഞതുകൊണ്ടാ. കണക്കായി പോയി. ഞാൻ അന്നേ പറഞ്ഞല്ലോ ചെലപ്പനാശാരി തകരെ കൊണ്ട് വേണ്ടാത്ത കളി കളിക്കണ്ടെന്ന്. ചേടാ, ഞാൻ അറിഞ്ഞോ ഈ പൊട്ടത്തേർക്ക് ഇങ്ങനെ ഒരു യോഗം കിടക്കുന്നെന്ന്? കണ്ണുകൊണ്ട് കണ്ടില്ലായിരുന്നു, ഞാൻ വിശ്വസിക്കുകയില്ലായിരുന്നു. തകരെ ഇനി നമ്മളെ അങ്ങ് തഴി. ആ പാ ഉള്ളതാവില്ലേ, പോയി കുളിക്കാം. അല്ലേ, ഇത് നല്ല കൂത്ത്.
തകരക്കുതിച്ച യോഗം നാളെ ആർക്കും കുതിക്കാം. പിള്ളേ ആശാരി വെക്കും, ഞാൻ വരുന്നില്ല. സുഭാഷിനെ കാണാനേ ഇല്ലല്ലോ, എന്തുകൊണ്ട് വിശേഷം? ഓ വിശേഷം, ഞങ്ങൾക്കൊക്കെ എന്തോ വിശേഷമാ പിള്ളേ. ഒന്നുമില്ലേ? ഓർത്ത് നോക്ക്, എന്തേലും വിശേഷം ഉണ്ടോന്ന്. ഞാൻ ഓർത്തു നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. ഇനി കൊച്ചനൊന്ന് ഓർത്തു നോക്കി പറഞ്ഞാട്ടെ. അറിയുന്നുണ്ട്. ആ അറിയുന്നുണ്ടോ? എന്തോ അറിയുന്നുണ്ട്? പറ കൊച്ചനെ. അറിയുന്നുണ്ട്. എന്നാലൊന്നും അറിഞ്ഞില്ല. അതിന് നിങ്ങൾ എന്തിനാ തൊള്ളോർക്കുന്നത്? ചേടാ, ആളെ വിളിച്ചുവിട്ടെ ഞാനിങ്ങ് പേടിച്ചു വന്നാണ്. പിന്നെന്തിനാ ഒറ്റ വഴിയെ വന്ന് പെമ്പിള്ളേരുടെ കൊച്ചു വർത്താനം പറഞ്ഞോണ്ട് വരുന്നേ? അല്ല സുഭാഷിണി, ചിലരൊക്കെ അങ്ങും അങ്ങൊന്ന് തച്ചൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ തകരക്കാണെങ്കിൽ ബുദ്ധി ഉറക്കാത്തനുമാ, ആരോടും എന്തും പറയുന്ന നിലമാ. ഞങ്ങളെ പോലെയൊന്നും അല്ല. കൊള്ളരുതായി പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ, ആരാ ഏതൊന്നും ഞാൻ നോക്കത്തില്ല. എന്റെ വായിരിക്കുന്ന കേട്ടോണ്ട് പോണ്ടി വരും. പിള്ളേ ഇപ്പോഴെന്നോട് ഇങ്ങനെ പറഞ്ഞു തിരിക്കട്ടെ, മേലാൽ എന്തേലും എവിടെയും വെച്ച് പറയുന്നേ കേട്ടാ ഞാൻ കൊച്ചിനെ പിടിക്കും, കൂടെ നടക്കുന്ന ആശാരി ചെറുക്കനെ പിടിക്കും. രണ്ടും കൂടെ ഒരു ദിവസം അപ്പന്റെ പിച്ചാത്തി പിടിക്കിരിക്കും. പറഞ്ഞേക്കാം. എന്നോട് ആലോചിക്കാതെ എന്തിനാ ആ പെണ്ണിന്റെ അടുത്ത് അങ്ങനെ വളഞ്ഞ വഴി കൊണ്ട് പോയത്? ആന വാ വിളിക്കുന്നതും കണ്ട അണ്ണാൻ വാ വിളിച്ച എന്തോ പറ്റും? അത് കീറിപ്പോവും അല്ലയോ? ഏതായാലും പറഞ്ഞതാ. അതിന്റെ പേരിൽ ആരിനി എന്ത് കുഴപ്പം കൊണ്ടുവന്നാലും ശരി, അത് ഞാനങ്ങ് സഹിച്ചു. ചേടാ, എങ്കിൽ പിന്നെ എന്ത് സമാധാനം ഉണ്ടായിരുന്നു? ഇതിപ്പോ അടി വരുമ്പോ എനിക്കൂടെ കണക്കാക്കിയല്ലേ വരത്തുള്ളൂ. മൂപ്പൻ തല്ലുവോ തല്ലാതിരിക്കുവോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അവക്ക് ആ തകരെ നല്ല വിശ്വാസമുണ്ട്. അത് ശരിയാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട അവള് വരളാൻ പോകുന്നില്ല. അവനെ വിട്ട് വരട്ടി പറഞ്ഞു വിടാനും പോകുന്നില്ല. അതെ. ചേടാ, ഒരു കാര്യവുമില്ലാതെ വേലിയെ കിടന്ന പാമ്പിനെ പിടിച്ച് എന്റെ തലേ പരുത്തിക്കുരുവാ. എന്റെ തലേ പരുത്തിക്കുരുവാ. എന്താണ് ഒരു പവർ? വിളിച്ചാ നിന്നൂടായോ? എനിക്ക് പോണം ചെല്ലപ്പൻ ആശാരി. എന്തോന്ന് പോനം? എന്റെ തലേ പരുത്തിക്കുരുവാ. കുറച്ചു നേരത്തേക്ക് അവൻ ഇറക്കി വെച്ചിട്ട് പോയാ വിട്ട് ചെല്ലപ്പൻ ആശാരി, വിട്ട്. വൈകി ചെന്ന അവര് വഴക്ക് പറയും. അവരോ? ആരായി അവര്? സുഭാഷിനിയും വഴക്ക് പറയും, മാതുമൂപ്പനും വഴക്ക് പറയും. അയ്യോടി, സുഭാഷിന് തകരെ വഴക്കൊന്നും പറയത്തില്ല. വാതകരെ പറയട്ടെ. ആദ്യം നീ ചാക്കൊന്ന് ഇറക്കി വെക്ക്. എന്നിട്ട് ഒരു മുഴു ബീഡി അങ്ങ് പിടി. എന്നിട്ട് കാര്യങ്ങൾ പറ. എനിക്ക് ബീഡി വേണ്ട ചെല്ലപ്പനാശാരി, ഞാൻ ബീഡി വലി നിർത്തി. ചേടാ, അതും ആ പെണ്ണ് പറഞ്ഞു നിർത്തിച്ചതായിരിക്കും. ആണടാ തകരെ? ആണടാ? ആണെങ്കി പറ. ചേടാ, നീ ബീഡി വലി നിർത്തുന്നതിലും നന്നാകുന്നതിലും മറ്റാരെക്കാളും കൂടി സന്തോഷിക്കുന്നവരാ ഞങ്ങൾ രണ്ടുപേര്. അന്നേ മണ്ണും ചുണ്ണാമ്പും തിരിച്ചറിയാൻ വയ്യാതെ കറങ്ങിറന്ന് നിനക്ക് ഈ നല്ല ബുദ്ധി ഉപദേശിച്ചെന്നത് ഞാനാന്നേ. നേർവഴി കാണിച്ചെന്നത് ഞാനാന്നേ. അതുകൊണ്ട് മേലിലും എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പപ്പോ നടക്കുന്ന കാര്യങ്ങള് അപ്പപ്പോ വന്നെങ്കിൽ പറഞ്ഞു തന്നാ മതി. ഞാൻ പറഞ്ഞു കേക്ക്, നീ അത് കൂടെ ഇറക്കി ഇങ്ങോട്ട്. ഞാൻ വേണം മറന്നേക്കാം. വേണ്ട പിള്ളേ, എനിക്ക് പോണം. ചെലപ്പനാശാരിയുടെ ഒരു ഉപദേശം മേടിച്ചോണ്ട് കാര്യങ്ങളും പോയിട്ടുണ്ടായാൽ മതി കേട്ടോ. നേരെ ഇല്ലേലേ? വേണ്ട, എനിക്ക് പോണം. ആശാരിക്ക് അത് കേട്ട അസൂയം കുശുമവും തോന്നത്തില്ല. അങ്ങനെ പറഞ്ഞു. എന്താ അസൂയോ? ചെല്ലപ്പനാശാരിക്കോ? ചേടാ, കുളം എത്ര കുന്ന് കണ്ടു, കുന്നെത്ര കുളം കണ്ടു. വേറെ ഒന്ന് നിന്നടാ. ചേടാ,
ഒരു കാര്യം, ഒന്ന് നിന്നാ കടക്കലിപ്പ് ഊരി തരാം. നേരെ ഇത് ഞാൻ പൊളിക്കുമെന്നാ തോന്നുന്നത്. എന്തുവാടാ? ഞങ്ങളിങ്ങനെ എന്തുവാടാ? എന്തുവാന്ന്? ഞങ്ങള് ഇവിടെ ഒന്നിച്ച് ഹലോ പറയാൻ വന്നാന്നോ? അല്ല, മൂപ്പത്തന്നെയാണോ കുളിക്കുന്നത് നോക്കാൻ. കണ്ടില്ലേ? ഓ എന്നെ പോ. ആട്ടെ. ആശാരി, ചില്ലാവചനം പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ. ഇല്ലാവചനോ? ഇല്ലാവചനോ ഉള്ള വചനോ ഒന്ന് പോയി നോക്കിയാട്ടെ. ദേ അങ്ങേര് നിറഞ്ഞ ഇവിടെ കുത്തും കൊലയും നടക്കും. ദേഷ്യം വന്നാ കണ്ണും മൂക്കും നോക്കാത്ത മനുഷ്യനാ. അതല്ലയോ എനിക്ക് പോയി പറയാൻ പേടി. സംശയം ഉണ്ടല്ലേ? ഒന്ന് പോയി നോക്കിയാട്ടെ. ചേക്ക് ഇപ്പൊ സമയമില്ല, നാളെ ഈ നേരത്ത് പോയി നോക്കിയാലും മതി. മൂപ്പം കാളയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ എന്താ അവിടെ ഒരു മേളം? ചെയ്തേ, ഞാൻ പറയാനുള്ള പറഞ്ഞേ. ഞാൻ കണ്ടതാ നിങ്ങളുടെ മോടെ കാര്യം, എന്റെ സുധയുടെ കാര്യം പോലെ, അതുകൊണ്ട് പറഞ്ഞതാ. ഒന്നേ എല്ലാത്തിനും നിന്നെ ഞാൻ ഒരു തുള്ളി വെള്ളം കൊടുത്തു പോരുത്. വെള്ളം കുടിക്കാതെ ചാവട്ടെ. അപ്പൻ ചീത്തയാന്ന് വിചാരിച്ചു മോള് ചീത്തയാൻ ഒക്കത്തില്ലടി. അറിയാവോ ഇടി? അറിയാവോ? അറിയാവോന്ന്? നിന്റെ ഒരു അക്കരെ പോക്ക്, ഈ മുറ്റം വിട്ടിറങ്ങിയാൽ നിന്റെ മുട്ട ഞാൻ തല്ലി ഓടിക്കും.
ആ ത്രാസയിലെ ചോര പോലും ഉണങ്ങാതെ അതും കെട്ടി തൂക്കിട്ട് കച്ചവടം നടത്തണമെങ്കിൽ അങ്ങനെ ആരാ? യമധർമ്മനാവില്ലേ? യമധർമ്മൻ. എനിക്കത് ഓർക്കുമ്പം പേടിയാകുക. നമ്മളൊക്കെ ഇപ്പോഴിങ്ങനെ ഇരിക്കുന്നതേ ആയുസിന്റെ ബലം കൊണ്ടാ. എന്തോ ഒരു കൃതം. എന്റെ ആയുസിനൊരു കുഴപ്പം വരത്തില്ല. പക്ഷെ ആ തകരയ്ക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടായിരുന്നില്ല. ആശാരിയുടെ ആയുസ് ഇപ്പൊ കുഴപ്പത്തിലായനെ. അതെങ്ങനെ? അതങ്ങനെ. അതെവിടുത്തെ വകുപ്പിലെ വകുപ്പാ? പാവം തകരയ്ക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് പോലീസ് പറയാൻ ഒരാളില്ലാതെ പോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ അത് ഏത് വകുപ്പനുസരിച്ചാ എന്റെ ആയുസൊക്കെ കുറിക്കുന്നത്? ചുമ്മാ വെറും വായിക്ക് വർത്താനം പറയാതെ അല്ലപ്പൻ ആശാരി. ഇപ്പൊ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടായത് ആശാരി കാരണമാണ്. നില്ല എന്താ ആവശ്യനെ വെറുതെ കളിക്കുന്നതിനെ പിടിച്ച് വട്ടാ കയറ്റുന്നത്? വെറുതെ നിൽക്കൊന്നല്ല. പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നത്. പറഞ്ഞാട്ടെ. നിങ്ങൾ ആ തകരെ കൊലിച്ചു നിൽക്കുമല്ലേ? നിങ്ങൾ ദുഷ്ടനാ, ദുഷ്ടൻ. അലിയൊന്നും തഞ്ചപ്പെട്. തകര എവിടെയെങ്കിലും കാണും. അടുത്ത മഴ വരട്ടെ, അവൻ പിന്നെയും മുളയ്ക്കും. അവൻ ചത്തോയത്തില്ലെന്ന് നീ എന്തിനാ തിരക്കുന്നത്? ഞാൻ തിരക്കുന്നില്ലല്ലോ. പലരും പലതുമാ പറയുന്നത്. എനിക്കതെല്ലാം കേൾക്കുമ്പോ ആകെ ആധിയാ. നിങ്ങൾ എന്നോടെങ്കിലും നേര് പറയുമല്ലോ എന്ന് വിചാരിച്ചാ എല്ലാരും എന്നോട് ചോദിക്കുന്നത്. ചേടാ, ഞാനിനി എന്തോ വേണം? രാത്രി ഷാപ്പിൽ ഒന്ന് കയറി തിരിച്ചു ചെല്ലുമ്പം അവനെ അവിടെ കണ്ടില്ല. താനെ എഴഞ്ഞു പോയതാണോ ഇനി വല്ലവരും എടുത്തോണ്ട് പോയതാണോ എന്ന് എനിക്കെങ്ങനെ അറിയാം? എന്നാലും കുറെ കടുപ്പമായിപ്പോയി. പാവം. ഏട്ടേ, എന്നോട് ഈ ഗുണദോഷം മാത്രം പറഞ്ഞുകൊണ്ട് വരരുത്. ഒരു പട്ടിയുടെ നന്ദിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവനെ വിശ്വാസക്കേട് കാണിക്കില്ലായിരുന്നു. അറിയാവോ? തകരയുടെ വിവരം വല്ലതും ഉണ്ടോ? എന്തോന്നാ? അല്ല, ആ തകരേ ആ ചത്തെന്നും ഉണ്ടെന്നും പല കഥകളാ നാട്ടില്. ഏതായാലും അവനെ കണ്ടവരാരുമില്ല. ചത്ത് കാണും, മൂപ്പനെടുത്ത് കാലി കളഞ്ഞും കാണും. ഇങ്ങനെ എന്തേലുമൊക്കെ വരുമെന്ന് എനിക്ക് അന്നേ തോന്നിയതാ. വേണ്ട കൊച്ചേ, എന്നോട് കളിക്കാൻ വരില്ലേ? കളി ഇപ്പൊ കാര്യമായല്ലോ. എന്തോന്ന് കാര്യമായി? ആ തകരെ തല്ലി കൊന്നേ ആര്? നിങ്ങളുടെ അപ്പൻ. ആ എനിക്കറിയാൻ വയ്യ. അല്ലേലും അപ്പൻ എങ്ങനെ പലരെയും തല്ലിക്കൊല്ലും. എന്താ ചോദിക്കാൻ ചുണയുണ്ടോ? നിങ്ങളെ തല്ലി ചതച്ചല്ലോ. എന്തിന്? ദേ, മുഖത്തൊക്കെ കള്ളം പറയരുത്. കള്ളം പറയുന്നതേ കൊച്ചന്റെ വീട്ടിൽ വല്ലവരും ആയിരിക്കും. എന്റെ അപ്പൻ ഇന്ന് വരെ എന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണെടുത്തിട്ടിട്ടില്ല. പാചനെ കൊച്ചു വർത്താനം പറയാൻ പഠിച്ചുപോയി. ചെല്ലപ്പനാശാരി, എത്ര വെച്ച വാരി എടുത്തു? എന്താ വേണ്ടായോ? ചേടാ, എന്താ വെച്ചേ? തകരയുടെ കാര്യം. ആഹാ, അത് ചോദിക്കാൻ വന്നതാണോ? അതിപ്പോ എന്നോട് ചോദിച്ചാ എനിക്കെങ്ങനെ അറിയാനാ? ചേടാ, അത് കൊള്ളാം. എല്ലാവർക്കും അറിയാവുന്നതിൽ കൂടുതൽ എനിക്കെന്തോ അറിയാവുന്നത്. ഇതിപ്പോ മട്ടും പെടുത്തി കണ്ടാ തോന്നും എനിക്കിതിലായിട്ട് ഇടപാടുണ്ട് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ചത്തൊന്നും ചത്തില്ല എന്നൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോ ആശാരിക്ക് എന്തെങ്കിലും അറിയാവോ? അവനൊന്നും വരത്തില്ല എന്റെ സുഭാഷിണി. അവൻ എവിടെങ്കിലും കാണും. ചിലപ്പോഴെങ്കിൽ വരാനും മതി. വരുവോ? പിന്നെ പിന്നെ വരാതെ പിടി. ഏതായാലും സുഭാഷിണി
ഇനി അതൊക്കെ മറക്കണം. മനസ്സിൽ എന്റെ കളി കിടക്കാൻ സമ്മതിക്കരുത് കേട്ടോ. വരാനുള്ളതൊക്കെ വരൂ. ഞാൻ അന്വേഷിച്ചോണ്ടിരുന്നോളാം. ചെലപ്പലാശാരി, ചെലപ്പലാശാരി, തകര ചത്തിട്ടില്ല, അക്കരയുണ്ട്. ആര് പറഞ്ഞു? അക്കരെ നിന്ന് മരയ്ക്കാമാര്. ചുമ്മാ പറയുന്നതാണോ? അല്ലേലും ആശാരിക്ക് അവൻ ചാണമെന്ന. അയ്യോ, അതുകൊണ്ടല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിൽ പോയി കാണാതെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ. വാ, നമുക്ക് നോക്കാം. വാ. ഞങ്ങളോട് പിണങ്ങിക്കാണെന്ന് വിചാരിച്ച് വന്നവരാ ഞങ്ങള്. അയ്യോ എന്റെ പുള്ളി. അപ്പോ തകരെങ്ങനെ ഇവിടെ വന്നു? എനിക്ക് അറിഞ്ഞൂടാ എന്റെ ചെലപ്പനാശാരി. എന്നാ ഞാൻ പറയാം. വള്ളക്കാരാ തകരെ ഇക്കരെ കൊണ്ടുവന്നതും ധർമാശത്തിൽ കിടത്തിയതും ഒക്കെ. പിന്നെന്തുണ്ടായി? പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാ ബോധം വന്നത്. ഓ, പിന്നെയായിരുന്നു വേദന. മേലത്രയും പൊട്ടി ഒലിച്ച് ഈച്ചയും. അന്ന് ഒന്ന് ഞാൻ ഉറച്ചിട്ടുണ്ട്, ഞാൻ ഇനി കമ്പോളത്ത് വരും. വന്ന് മാധുവിനെ കുത്തിക്കൊല്ലും. മാധവൂപ്പനെ കുത്തിക്കൊന്നിട്ട് നിനക്കെന്തോ കിട്ടാനാ? എന്നിട്ട് ഞാൻ സുഭാഷിനിയെ കെട്ടും. തകരക്ക് ഈ തല്ലൊക്കെ കൊണ്ടത് ഞാൻ കാരണമാ. ഞാനാ മൂപ്പനോട് പറഞ്ഞു കൊടുത്തേ. ഓ, അതിനൊന്നുമില്ല. അറിഞ്ഞു, പക്ഷെ അതിനങ്ങേരെന്നെ കൊല്ലാൻ നോക്കി. അതാ വിഷമം. പോട്ടെ തകരെ, നീ ഏതായാലും ഇക്കരെയൊക്കെ തന്നെ നിന്നു. നീ ഇവിടെയും പച്ച പിടിച്ച് തുടങ്ങുകയാണല്ലോ. എല്ലാരും എല്ലാം മറക്കട്ടെ, പിന്നെ വന്നാ മതി തകര അക്കരെ. ഒന്നുമില്ല, ഒരു പിച്ചാത്തി മേടിക്കാനുള്ള കാശുണ്ടാവുമ്പോ തകര കിഴക്കേക്കരയ്ക്ക് വരും. ഒരു പിച്ചാത്തി മേടിച്ചുകൊണ്ട്. പിച്ചാത്തി ഇല്ലാതെ ഞാൻ അങ്ങോട്ട് വരില്ല. സുഭാഷിന് കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലോ? അതൊക്കെ സമ്മതിക്കും. അവൾക്ക് തകരയെ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. മാധുവിന്റെ അടി മേടിച്ച് അവള് മനസ്സ് മാറ്റി. ഒന്നുമില്ല, ഞങ്ങൾ സുഖമായിട്ട് കഴിയും. കഴിയും. പിള്ള ചുമ്മാ എന്നെ വരട്ടാൻ പറയുക. സുഭാഷിനെ എന്നെ കല്യാണം കഴിക്കും. തകരെ പോട്ടെ. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ പിന്നെ വരാം. പിച്ചാത്തി മേടിച്ചുകൊണ്ട്.
വല വലിച്ചും വെള്ളം ഊന്നിയൊക്കെ എങ്ങനെങ്കിലും അവനങ്ങ് കഴിഞ്ഞോളും. അങ്ങനങ്ങ് അക്കരെ തന്നെ കഴിഞ്ഞിരുന്നെങ്കിൽ സമാധാനമായിരുന്നു. ഫ്രാഞ്ചി കയറി ഇക്കരെങ്ങാനും വന്നു കളയുമോന്ന് എന്റെ പേടി. നിനക്കെന്താ തോന്നുന്നേ? അവൻ ഇക്കരയ്ക്കെങ്ങാനും വന്നു കളയൂ? എനിക്കറിഞ്ഞൂടാ. നിന്റെ അപ്പന്റെ വായിൽ ഇനിയും വന്ന് ചാടിക്കൊടുത്താലേ പിന്നെ അവന്റെ പൊടി നോക്കണ്ട. അത്രയ്ക്ക് വാശിയില്ല അങ്ങേര്. മോള് പേടിക്കണ്ട. അമ്മ ഇക്കരയില്ലെന്ന് വിചാരിക്കരുത്. ഞാനുണ്ട്. നിനക്ക് എന്തും എന്നോട് തുറന്നു പറയാം. പറയണം കേട്ടോ. ഞാൻ നിൽക്കുന്നില്ല. ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ നിൽക്കുന്നത് കണ്ട അത് മതി കുത്തും കൊലപാതകവും നടക്കാൻ. ഞാൻ പോട്ടെ. മോള് കയറി പൊയ്ക്കോ. അവിടെ നിന്നേ, ഒന്ന് നിന്നേ. അക്കരയ്ക്ക് പോവാണോ? അക്കരയ്ക്കാണോ? എന്താ? ഇനിയും പോവോ? ആ ചെലപ്പം. പോവാണേലേ ആ തകരയോട് പറയണം ഇക്കരയ്ക്ക് വരണ്ടെന്ന്. പറയൂ. പോയാ പറയാ. ഓ, അവനിപ്പോ എല്ലാം മറന്നു കാണും. നമ്മളെ ആരെ അവന് ഓർമ്മ പോലും കാണിയല്ല. പിന്നല്ലേ വരുന്നേ. എന്താടാ? ആ തകര കൃത്യമായി കമ്പോളത്തിൽ വന്നിരിക്കുന്നു. എടാ നീ പോടാ. വന്നാട്ടെ. വല്ലം കഴിച്ചോണ്ടിരിക്കുമ്പോഴാ. മാറി അങ്ങോട്ട്. ഞാൻ കുത്തും. കുത്തോടാ പട്ടി. എന്നെ ആ
സുഭാഷിനി സുഭാഷിണി കേറി കഥ അടച്ചോ. പ്രാർത്ഥനയിൽ ഇരിക്കുക. നിന്റെ അപ്പനെ കുത്തിയേറ്റ് വരിക. നിന്റെ അപ്പനെ കുത്തി. കഥ അടച്ചോ. സുഭാഷിണി, കഥ അടയ്ക്ക്. തകര കുത്തും. അവന് പട്ടളയിരിക്കുക. അവൻ നിന്റെ അപ്പനെ കുത്തിയേറ്റ് വന്നിരിക്കുക. സുഭാഷിനി ഉള്ളതാ സുഭാഷിനി മൂപ്പനെ കുത്തി. പോതകരെ പോ. ഇല്ല, ഞാൻ പോത്തില്ല, പോത്തില്ല. വാ സുഭാഷിനി, സുഭാഷിനി വാ, നമുക്ക് എവിടെയും പോവാം, നമുക്ക് കല്യാണം കഴിക്കാം. ഇല്ല ഇല്ല ഇല്ല, ഞാൻ വരത്തില്ല. താര എന്റെ അപ്പനെ കൊന്നു. സുഭാഷിനി വാ. പോതകരെ പോ. പോതകരെ സുഭാഷിനി ആ